ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. മനോഹരമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. സമാഗമന കൂടാരം എന്ന വിഷയത്തിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്നുവരെ സമാഗമന കൂടാര പഠനത്തിൽ ചിന്തയിൽ നമ്മൾ നിയമപെട്ടകം, കൃപാസനം, കാഴ്ചയപ്പത്തിൻ്റെ മേശ, നിലവിളക്ക്, ധൂപപീഠം, തിരുനിവാസത്തിൻ്റെ ചുവര് എന്നീ 6 കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് പഠിക്കാൻ പോകുന്നത് തിരശീല, അതിൻ്റെ തൂണുകളും, മറശീല, അതിൻ്റെ തൂണുകളും, പിന്നീട് മൂടുശീലയും നമുക്ക് ഇന്ന് പഠിക്കാൻ തക്കണം. നമുക്ക് ശ്രമിക്കാം. ദൈവത്തിൻ്റെ കൃപ കൂടിയിരിക്കുമാറാകട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയോടെ ഞങ്ങളെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയനാഥ, മനോഹരമായ ഈ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അവിടെ നൽകി തന്നിരിക്കുന്ന നല്ല അവസരത്തിനായിട്ട് സ്തോത്രം പിതാവേ. കർത്താവിൻ്റെ ഹിതം ചെയ്യുന്ന നല്ല മക്കളായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. സകല മാനവ മഹത്വം കർത്താവ് എടുക്കണം. യേശു കർത്താവ് നാം ചോദിക്കുമ്പോൾ ദൈവം നീ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ സമാഗമന കൂടാര ഉപകരണങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത് തിരശീല, അത് 4 തൂണുകളെ സംബന്ധിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തിരുനിവാസത്തിൻ്റെ ചുവര് പഠിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ അതിപരിശുദ്ധ സ്ഥലവും പരിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്ന ഒരു തിരുനിവാസത്തിൻ്റെ ഉള്ളിലുള്ള ഒരു തിരശീലയുണ്ട്. തിരശീലയും മറശീലയും തമ്മിൽ മാറിപ്പോകരുത്. മറശീല എന്ന് പറയുന്നത് തിരുനിവാസത്തിൻ്റെ ഉള്ളിലേക്കൊരു വ്യക്തി പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായി കാണുന്ന ഒരു ശീലയാണ് അത് മറശീല എന്ന് പറയുന്നത്. ഒപ്പം തന്നെ തിരുനിവാസത്തിൻ്റെ ഉള്ളിലുള്ള അതിപരിശുദ്ധ സ്ഥലത്തെയും പരിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിക്കുന്നതായിട്ടുള്ള ഒരു പോർഷനാണ് തിരശീല എന്ന് പറയുന്നത്. ആ തിരശീലയ്ക്ക് 4 തൂണുകളുണ്ട്. ആ 4 തൂണുകളാണ് സംബന്ധിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ആ 4 തൂണിൽ ആണ് ഈ പറയപ്പെടുന്ന തിരശീല തൂക്കിയിടുന്നത് എന്ന് കാണാൻ സാധിക്കും. അതിന് 10 മുഴം ഉയരമാണ് ഉണ്ടായിരിക്കുന്നത്. 10 മുഴം ഉയരം. നമുക്കറിയാം, തിരുനിവാസത്തിൻ്റെ ചുവരെന്ന് പറയുമ്പോൾ അതിൻ്റെ പലകയ്ക്ക് 10 മുഴം ഉയരവും 1.5 മുഴം വീതിയുമാണെന്ന് കാണുന്നതൊക്കെ സാധിക്കും. അതുപോലെ തന്നെ ഈ തൂണിനും 10 മുഴം ഉയരമുണ്ട്. ആ ഉയരത്തിലാണ് ഈ പറയപ്പെടുന്ന തിരശീല ചിത്രത്തയ്യൽ പണിയായി. നമുക്കറിയാം, അനേക നൂലുകൾ അവിടെയുണ്ട്. ആ നൂലുകൾ കൊണ്ട് കെരൂബിൻ്റെ ആകൃതിയിൽ അത് ചിത്രത്തയ്യൽ പണിയായിട്ട് കെരൂബിനെ അവിടെ തയ്ച്ചു വെക്കുന്ന തരത്തിൽ നമുക്കവിടെ കാണുവാൻ നോക്കാൻ സാധിക്കുന്നു. അങ്ങനെ നമുക്ക് മറശീല കാണുവാൻ സാധിക്കും. ആ ചിത്രത്തയ്യൽ പണിയായി കെരൂബുകളെ കെരൂബുകളെ നെയ്തെടുത്ത അത് തിരശീല നമുക്കവിടെ കാണുവാൻ നോക്കാൻ സാധിക്കും. എന്താണ് തിരശീല എന്ന് പറയുന്നത്? അതും കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. കാരണം പിതാവിൽ നിന്നും ജനങ്ങളായ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജനമായ, അല്ലെങ്കിൽ മനുഷ്യരെ സംബന്ധിച്ച് വേർതിരിച്ച് നിൽക്കുന്ന തിരശീല, പാപത്തിൽ നിന്നും വേർതിരിക്കുന്ന തിരശീല, അത് കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് കാണാൻ സാധിക്കും. അത് ഈ പരിശുദ്ധ സ്ഥലത്തിൽ നിന്നും പരിശുദ്ധ സ്ഥലത്തെ തമ്മിൽ വേർതിരിച്ച് നിർത്തുന്ന കർത്താവായ യേശു ക്രിസ്തുവാകുന്ന തിരശീല എന്ന് കാണുന്നതൊക്കെ സാധിക്കുന്നു. ഒരു വ്യക്തിക്ക് പോലും യേശുവിനെ കൂടാതെ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടാതെ ആരും തന്നെ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ തിരശീല എന്ന് പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ് എന്ന് കാണുവാൻ കൊണ്ടും സാധിക്കും. അങ്ങനെ പിന്നീട് നമുക്ക് കാണാൻ കൊണ്ട് സാധിക്കുന്നത് അടുത്താണ് മറശീല എന്ന് പറയുന്നു. അതും ഇതേപോലെ 10 മുഴം ഉയരമായിരിക്കണം മറശീലയ്ക്ക്. ആ മറശീലയ്ക്കും ചിത്രത്തയ്യൽ പണി ഉണ്ടായിരിക്കണം. ചിത്രത്തോടുകൂടിയ ഒരു മറശീല ഉണ്ടായിരിക്കണം. ആ മറശീലയും അവിടെ തന്നെ 4 തൂണുകൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ആ മറശിലയിലും 4
തൂണുകൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അടുത്ത സമാഗമന കൂടാര ഉപകരണമാണ് മൂടുശീല എന്ന് പറയുന്നത്. മൂടുശീല. അപ്പോൾ ആ മൂടുശീല എന്ന് പറയുന്നത് ഈ തിരുനിവാസത്തിൻ്റെ അതിൻ്റെ മേൽ വശത്തായി മറച്ചു വെക്കപ്പെട്ട തിരുനിവാസത്തെ മൂടുന്ന തരത്തിലുള്ള മൂടുശിലയാണ് നമുക്ക് അടുത്തായി നമുക്ക് കാണാൻ സാധിക്കുന്നു. കൂടാതെ തന്നെ ഈ പറയുന്ന തിരുനിവാസത്തിൻ്റെ തിരശീലയ്ക്കും ഒപ്പം തന്നെ മറശീലയ്ക്കും, തിരശീല എന്ന് പറഞ്ഞ് ഉള്ളിലിരിക്കുന്നത്, മറശീല എന്ന് പറഞ്ഞ് വെളി നിൽക്കുന്നത്, അങ്ങനെ മറശീലയ്ക്കും തിരശീലയ്ക്കും തമ്മിൽ തൂണുകളുണ്ട്. ആ തൂണുകളിൽ താമരം കൊണ്ടാണ് ചുവടുകൾ നിർമ്മിക്കുന്നത്. താമരം കൊണ്ടാണ് ചുവടുകൾ നിർമ്മിക്കണമെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് തിരുനിവാസത്തിൻ്റെ തിരശീലയും ഒപ്പം തന്നെ മറശീലയും നിർമ്മിക്കേണ്ടതെന്ന് കാണാൻ. രണ്ടിനും ചിത്രത്തയ്യൽ പണികളുണ്ടായിരിക്കണം. അപ്പോൾ ഓർക്കേണ്ട കാര്യം, സമാഗമന കൂടാര ഉപകരണങ്ങളിൽ പഠിക്കുമ്പോൾ നമ്മൾ അതിപരിശുദ്ധ സ്ഥലത്ത് വെക്കുന്ന നിയമപ്പെട്ടകം, അതിൻ്റെ മുകളിൽ കൃപാസനം, ആ നിയമപ്പെട്ടകത്തിനുള്ളിൽ 10 കൽപ്പന അടങ്ങിയ കൽപ്പലകൾ, അഹരോൻ്റെ തളിർത്ത വടി, മന്നായിട്ട് വെച്ച പൊൻപാത്രം നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് പരിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ധൂപപീഠത്തെ കാണാൻ സാധിക്കും. പിന്നീട് കാഴ്ചയപ്പത്തിൻ്റെ മേശ കാണാൻ സാധിക്കും. നിലവിളക്കിനെ കാണാൻ സാധിക്കും. അങ്ങനെ അതിപരിശുദ്ധ സ്ഥലത്തെയും പരിശുദ്ധ സ്ഥലത്തെയും വേർതിരിക്കുന്ന തിരശീല ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് ചിത്രത്തയ്യൽ പണിയായ അതിമനോഹരമായിട്ടുള്ള നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പഞ്ഞിനൂലുള്ള കൊണ്ടുള്ള അതിമനോഹരമായ ചിത്രത്തയ്യൽ പണിയായ തിരശീലയാണ്. ഒപ്പം തന്നെ മുന്നേ കടന്നു വരുമ്പോൾ അതിന് മറശീലയുണ്ട്. ആ മറശീല എന്ന് പറയുന്നത് നമ്മൾ കയറുന്ന ഭാഗത്ത് കാണുന്ന കാര്യമാണ്. അവിടെ ചിത്രത്തയ്യൽ പണിയായ അതിമനോഹരമായിട്ടുള്ള തിരശീല നമുക്ക് മറശീല നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് ചുവര്, തിരുനിവാസ ചുവരെന്ന് പറയുന്നത് തങ്കം കൊണ്ട് പൊതിഞ്ഞ, ഒരു ഭാഗത്ത് 20 പലകളും, മറുവശത്ത് 20 പലകളും, പിന്നീട് അതിന് 40 വെള്ളി ചുവടുകളുമായി നിൽക്കുന്ന 2 ചുവര് കാണാൻ സാധിക്കും. ഇനി അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെ പുറകുവശത്തായി നമുക്ക് മൊത്തം 8 പലകൾ കാണാൻ സാധിക്കും. അതിന് 16 വെള്ളി ചുവടുകൾ കാണാൻ സാധിക്കും. അങ്ങനെ അതിമനോഹരമായ രീതിയിലുള്ള തിരുനിവാസത്തിൻ്റെ കാര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ തിരുനിവാസത്തിൻ്റെ ആ ഒരു പണികൾപ്പെട്ട ഇനി അടുത്ത ഏറ്റവും പരമപ്രധാനമായ മറ്റൊരു സമാഗമന കൂടാര ഉപകരണം മൂടുശീല എന്ന് പറയുന്നത്. മൂടുശീല എന്ന് പറയുന്നത് സമാഗമന കൂടാരത്തിൻ്റെ അതിനെ മൂട് നിൽക്കുന്നതായിട്ടുള്ള മൂടുവിരികളാണെന്ന് കാണാൻ സാധിക്കുന്നു. അങ്ങനെ ആ മൂടുവിരികളെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ 4 എണ്ണം നമ്മളത് ഉണ്ടാക്കണമെന്നാണ് ദൈവം പറയുന്നത്. 4 എണ്ണം. അത് 4 പാളികളായിട്ടാണ് ഉണ്ടാക്കുന്നത്. 4 പാളികൾ. ആ 4 പാളികളിലും ഒപ്പം തന്നെ അതിന് ഓരോ തിരുനിവാസത്തിനും 50 പൊൻകൊളുത്തുകൾ ഉണ്ടായിരിക്കണം. ആ 50 പൊൻകൊളുത്തിലാണ് അതിനെ കയറുകൊണ്ട് അതിൻ്റെ തറയിലേക്ക് അത് വിരിച്ച് അത് കുറ്റിയടിച്ച് അവിടെ കെട്ടി നിർത്തുന്നത്. അപ്പോൾ ആ 4 ലെയറുകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു കാരണവശാലും അതിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ തണുപ്പോ ചൂടോ ഒന്നും തട്ടാതിരിക്കാൻ തക്കമുള്ള നല്ല രീതിയിലുള്ള അതിമനോഹരമായ മൂടുശീല നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒന്നാമത്തെ മൂടുശീല എന്ന് പറയുന്നത് ചിത്രത്തയ്യൽ പണിയായി പിരിച്ച പഞ്ഞിനൂല്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ എന്നിവ കൊണ്ട് മൂടുശീല ഉണ്ടാക്കണമെന്ന് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ആ മൂടുശീലയൊക്കെയും നെയ്ത്തുകാരൻ്റെ ചിത്രപ്പണിയായ നീല, ധൂമ്രവർണ്ണം, ചുവപ്പ് നിറമുള്ള കെരൂബുകൾ ഉള്ളതായി അവയെ ഉണ്ടാക്കുക. അപ്പം കെരൂബിൻ്റെ ആകൃതിയിൽ നമുക്കതിനെ അകത്ത് നിന്ന് നോക്കുമ്പോൾ മേൽഭാഗത്തായിട്ട് കെരൂബുകളെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ വളരെ അതിമനോഹരമായ കെരൂബുകൾ നിറഞ്ഞതായിട്ടുള്ള മൂടുശീല, ഒന്നാമത്തെ മൂടുശീല എന്നത് വളരെ മനോഹരമായ അല്ലെങ്കിൽ മൂടുശീലയായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ ഏറ്റവും അവസാനമായിട്ടാണ് തകശുത്തോൽ കൊണ്ടാണ് മൂടുശീല നിർമ്മിച്ചത്. എന്ന് പറഞ്ഞാൽ തണുപ്പിനെയും ചൂടിനെയൊക്കെയും പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഏറ്റവും പുറം പാളി 4 പാളികളുണ്ട്. ആ 4 പാളിയിൽ ഏറ്റവും മുകളിലത്തെ പാളി എന്ന് പറയുന്നത് തകശുത്തോൽ കൊണ്ട് നമ്മൾ സമാഗമന കൂടാരം നിർമ്മിക്കുന്ന
അസംസ്കൃത വസ്തുക്കളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് തകശ് തോൽ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ ഇടയായിരുന്നു. ആ തകശ് തോൽ കൊണ്ടാണ് ഏറ്റവും പുറമൂടി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കണം, വെളിയിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് സമാഗമന കൂടാരത്തെ നോക്കുമ്പോൾ അത് ഭംഗിയായിട്ട് തോന്നുകയില്ല. പകരം അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സമാഗമന കൂടാരം ഏറ്റവും അതിമനോഹരമായിരിക്കുകയുള്ളൂ. കാരണം ഉള്ളിൽ നിന്ന് ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് ആ സമാഗമന കൂടാരത്തിലേക്ക് നോക്കുമ്പോഴാണ് ഏറ്റവും അതിമനോഹരമായിരിക്കുന്നത്. പുറമേ നിന്ന് ഒരു വ്യക്തി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ പറയുന്ന സമാഗമന കൂടാരത്തിൻ്റെ ഭംഗി ആസ്വദിപ്പാൻ തൊക്കെ സാധിക്കില്ല. ഈ മൂടുവിരിയും കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് കാണാൻ തൊക്കെ സാധിക്കും. മൂടുവിരി എന്ന് പറഞ്ഞാൽ ആ മൂടുശീല എന്ന് പറയുന്നത്, ആ മൂടുശീല എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കും. എന്താണ് കാരണം? കർത്താവായ യേശു ക്രിസ്തുവിനെ പുറമേ നിന്ന് നോക്കിയാൽ ഒരു വ്യക്തികൾക്കും അത് നന്നായി തോന്നുകയില്ല. അവന് രൂപഗുണമില്ല, സൗന്ദര്യമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക യാതൊരു സൗന്ദര്യവും അവനില്ല. പക്ഷേ യേശു ക്രിസ്തുവിനെ ഉള്ളുകൊണ്ട് അറിയുന്നവർക്ക്, സമാഗമന കൂടാരത്തിന് ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണോ തിരുനിവാസത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്ന വ്യക്തിക്ക് സ്വർണം പൂശിയതായിട്ടുള്ള, അല്ലെങ്കിൽ അതിന് ഉൾഭാഗത്തായിട്ട് ചിത്രത്തയ്യൽ പണിയായിട്ടുള്ള അതിമനോഹരമായ തിരശീലയും അതിൻ്റെ മൂടുവിരിയുടെ ഉൾഭാഗത്ത് നിന്ന് അകത്തേക്ക് നോക്കുമ്പോൾ അതിമനോഹരമായ കിരൂപുകൾ നിറഞ്ഞായിട്ടുള്ള തിരശീല നമുക്ക് എങ്ങനെ മൂടുവിരി എങ്ങനെ ദർശിക്കാൻ കൊണ്ട് സാധിക്കും? അതുപോലെ യേശുവിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ, യേശു ആരാണെന്നറിയുമ്പോൾ, യേശു ക്രിസ്തുവിനെ അടുത്തറിയുമ്പോൾ യേശുവിൻ്റെ അകത്താണ് സൗന്ദര്യമുള്ളത്. പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു സൗന്ദര്യമില്ല. ഇന്ന് ലോകത്തിൽ നമുക്ക് ധാരാളം ആളുകളെ കാണാൻ കൊണ്ട് സാധിക്കുന്നത് അവർക്ക് പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായ സൗന്ദര്യമാണ്, ഏറ്റവും നല്ല സ്വഭാവമാണെന്ന് കാണുവാൻ തൊക്കെ സാധിക്കും. ഒരുപക്ഷെ ഉള്ളിൽ നിന്ന് നോക്കിയാൽ, ഒരുപക്ഷെ അകത്തേക്ക് വരുമ്പോൾ, ആ വ്യക്തിയെ നാം അടുത്തറിയുമ്പോൾ യാതൊരുവിധമായ സ്വഭാവങ്ങളും ഇല്ലാത്ത ഒരു നിർഗുണനായിട്ടുള്ള വ്യക്തിയാണെന്ന് ഈ പറയുന്ന സൗന്ദര്യമുള്ള വ്യക്തിയെന്ന് കാണുവാനായിട്ട് സാധിക്കും. പ്രിയ മക്കളെ, അതുപോലെയാണ് നമ്മൾ ജീവിതത്തിലും ആയിരിക്കേണ്ടത്. ഒരുപക്ഷെ പുറമേ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സൗന്ദര്യമില്ലെങ്കിലും, ഒരുപക്ഷെ നമുക്ക് പുറമേ ഉള്ള കാഴ്ചപ്പാടിൽ ആളുകൾ മോശമായി വിലയിരുത്തിയാലും നമ്മൾ ഓർക്കേണ്ട കാര്യം, നമ്മൾ അകമേ നിന്ന് ദൈവം നമ്മെ നോക്കുമ്പോൾ, സമാഗമന കൂടാരത്തിൽ ഉള്ളിൽ വന്ന് നോക്കുമ്പോൾ സൗന്ദര്യം ദർശിക്കുന്ന പോലെ നമ്മുടെ സ്വഭാവത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ, നാം ആരാണെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മൾ യഥാർത്ഥ നല്ല സ്വഭാവമുള്ള മക്കളായിട്ട് മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ കൊണ്ട് സാധിക്കുന്നു. അങ്ങനെ നമ്മൾ സമാഗമന കൂടാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് സമാഗമന കൂടാരത്തിൻ്റെ പ്രാകാരത്തെക്കുറിച്ചാണ് നമുക്ക് കാണാൻ തൊക്കെ സാധിക്കുന്നത്. പ്രാകാരം, സമാഗമന കൂടാരത്തിൻ്റെ പ്രാകാരം എന്ന് പറയുന്നത് സമാഗമന കൂടാരത്തിൻ്റെ പ്രാകാരത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, അതിപ്രധാനപ്പെട്ട ഭാഗമായിരിക്കുന്ന സമാഗമന കൂടാര ഉപകരണങ്ങളിലെ നിയമപ്പെട്ടകം, കൃപാസനം, ഒപ്പം തന്നെ അത് ഉള്ളിൽ വെക്കുന്ന അഹരോൻ്റെ തളിർത്ത വടി, ഒപ്പം തന്നെ മന്ന ഇട്ട് വെച്ചിരുന്ന പൊൻപാത്രം, പിന്നീട് കാഴ്ചയപ്പത്തിൻ്റെ മേശ, നിലവിളക്ക്, ധൂപപീഠം, തിരശീല, മറശീല, പിന്നീട് തിരുനിവാസത്തിൻ്റെ ചുവര്, മൂടുശീല എന്നിവയെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തായി നമുക്ക് പഠിക്കാനായിട്ട് പോകുന്നത് പ്രാകാരം. പ്രാകാരത്തെ സംബന്ധിച്ച് എന്താണ് നമുക്ക് കാണുന്നതൊക്കെ സാധിക്കുന്നത്? 10ാമത്തെ ഉപകരണമാണ് പ്രാകാരം എന്ന് പറയുന്നത്. പ്രാകാരത്തിൻ്റെ നീളമെന്ന് പറയുന്നത് 100 മുഴമാണ് നീളമെന്ന് പറയുന്നത്. അതിൻ്റെ വീതി എന്ന് പറയുന്നത് 5 മുഴമാണ്. വീതി എന്ന് പറയുന്നത് 50 മുഴമാണ്. ഉയരമെന്ന് പറയുന്നത് 5 മുഴമാണെന്ന് കാണുന്നതൊക്കെ സാധിക്കും. അത് ഒരു ഭാഗത്തായിട്ട് നീളം എന്ന് പറയുന്ന സ്ഥലത്തിൽ നീളത്തിൽ നോക്കുമ്പോൾ 100 മുഴം നീളത്തിൽ 20 തൂണുകളുണ്ടാകും. അതിന് ഓരോ വെള്ളിക്കൊളുത്തുമുണ്ടാകും. അതിൽ പഞ്ഞിനൂൽ കൊണ്ട് വെള്ള ആയിരിക്കണം അതിൻ്റെ കളർ എന്ന് പറയുന്നത്. അങ്ങനെ 20 കൊളുത്തിലും
തൂക്കി ഇടണം. പിന്നീട് 50 മുഴം എന്ന് പറയുന്ന വീതിയാണ്. അതിൽ 10 തൂണുകൾ നമുക്ക് കാണുന്നതൊക്കെ സാധിക്കും. അങ്ങനെ 10 തൂണുകളിലായിട്ട് നമ്മളതിനെ വിരിക്കുന്ന രീതിയിലാണ് അതിനെ കാണുന്നതൊക്കെ സാധിക്കുന്നത്. പിന്നീട് 11ാമത്തെ ഉപകരണമാണ് പ്രാകാരത്തിൻ്റെ വാതിലെന്ന് പറയുന്നത്. പ്രാകാരവാതിലിൻ്റെ വാതിലെന്ന് പറയുന്നത് ഒരു വശത്ത് 15 മുഴവും ഒരു വശത്ത് 15 മുഴവും അങ്ങനെ 30 മുഴമായി ബാക്കിയുള്ള 20 മുഴത്തിലാണ് അതിൻ്റെ വാതിൽ ആരംഭിക്കുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ പ്രാകാരമെന്ന് പറയുന്നത് 100 മുഴം നീളവും 50 മുഴം വീതിയും 5 മുഴം ഉയരവുമുള്ളതാണ് പ്രാകാരം എന്ന് കാണുവാൻ സാധിക്കും. പിന്നീട് പ്രാകാരത്തിൻ്റെ വാതിലെന്ന് പറയുന്നത് അത് 20 മുഴമാണ്. അതിൻ്റെ എൻട്രൻസ് അതിൻ്റെ വാതിലെന്ന് പറയുന്നത് 20 മുഴമാണ്. ഒരു സൈഡ് 15 മുഴം എന്ന് പറഞ്ഞാൽ അത് അടഞ്ഞിരിക്കും. പിന്നീടുള്ള 15 മുഴം അടഞ്ഞിരിക്കും. അതിൻ്റെ വാതിലെന്ന് പറയുന്നത് 20 മുഴമാണെന്ന് കാണുവാൻ സാധിക്കും. അതിൻ്റെ കളറ് വെളുത്തതാണ് എന്ന് പറഞ്ഞാൽ പ്രാകാരത്തിൻ്റെ തൂക്കിട്ടിരിക്കുന്ന ആ മറശ്ശീല എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രാകാരവാതിൽ എന്ന് പറയുന്നത് അതും മറശ്ശീല തന്നെയാണ്. ഇതെല്ലാം തന്നെ വെളുത്തതാണ്. അല്ലെങ്കിൽ ആ മറശ്ശീല ഒഴികെ യേശുക്രിസ്തുവിൻ്റെ പ്രാകാരത്തിൻ്റെ ചുറ്റും കാണുന്ന ഭാഗം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. അത് യേശുക്രിസ്തുവിൻ്റെ സ്വഭാവമാണ് മറശ്ശീല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രവൃത്തികളും വെണ്മയുള്ളതായിരിക്കണം. അപ്പോൾ പ്രാകാരത്തിൻ്റെ ആ മറശ്ശീല എന്ന് പറയുന്നത് വെളുത്തതാണെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പഞ്ഞിനൂല് കൊണ്ടാണ് അത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. വെള്ളയാണ് അതിൻ്റെ കളർ എന്ന് പറയുന്നത്. അപ്പോൾ വെളുത്തെന്ന് പറയുമ്പോൾ അപ്രകാരം നമ്മൾ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം ഏറ്റവും അതിമനോഹരമായ സ്വഭാവമായതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്കൊരു ദോഷം ഉണ്ടാകാതെ അവർ നമ്മളെക്കുറിച്ചൊരു മുഷിച്ചിൽ തോന്നാതെ നമ്മൾക്ക് അവർക്കൊരു തരത്തിലും ഒരു ദോഷം വരുത്താതെയുള്ള നമ്മുടെ സ്വഭാവമായിരിക്കണം നമ്മുടെ സ്വഭാവം. നമ്മളായിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുവാൻ പാടില്ല. നമ്മളായിട്ട് ഒരു വിഷമം മറ്റുള്ളവർക്ക് ഉണ്ടാക്കാൻ പാടില്ല. നമ്മൾ സത്യസന്ധമായ നമ്മുടെ പ്രവർത്തനങ്ങളായിരിക്കുമ്പോഴാണ് പ്രാകാരത്തിൽ പറയപ്പെടുന്ന പ്രാകാരത്തിൻ്റെ ആ മറശ്ശീല എന്ന് പറയുന്നത് നമുക്ക് ആ നീതിയുള്ളതായിട്ട് നമുക്ക് കാണുവാൻ നോക്കണം. നമുക്ക് അടുത്തായി നമുക്ക് ചിന്തിക്കാനായിട്ട് പോകുന്നത് ആ പ്രാകാരത്തിൻ്റെ ഉള്ളിൽ വച്ചിരിക്കുന്ന 2 ഉപകരണങ്ങളാണ് നമുക്ക് കാണാൻ നോക്കാൻ സാധിക്കുക. താമര തൊട്ടി, താമര യാഗപീഠം. അപ്പോൾ താമര യാഗപീഠവും താമര തൊട്ടിയും രണ്ടാണ് പ്രാകാരത്തിൽ ഇരിക്കുന്നതായിട്ടുള്ള വസ്തുക്കളെന്ന് കാണാൻ നോക്കാൻ സാധിക്കും. നമുക്ക് അടുത്തായിട്ട് നമുക്ക് സ്വർണ്ണ ധൂപകലശവും കൂടെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ സമാഗമന കൂടാര ഉപകരണങ്ങൾ മുഴുവനായി നമുക്ക് അല്ലെങ്കിൽ 14 ഉപകരണം നമുക്ക് പഠിച്ചു തീരാൻ തക്കണം സാധിക്കും. അപ്പം താമര തൊട്ടി അവിടെ വെള്ളം എടുത്തു വെക്കുന്നതിന് വേണ്ടി നമുക്ക് അവിടെ താമര തൊട്ടി കാണാൻ നോക്കണം സാധിക്കും. അവിടെ പ്രത്യേകമായ ഒരു അളവോ ക്രമമോ അവിടെ നമുക്ക് കാണുവാൻ നോക്കണം സാധിക്കില്ല. സമാഗമന കൂടാരത്തിൻ്റെ വാതിലിനും താമര യാഗപീഠത്തിനും മധ്യയിലായിട്ട് ഇത് വെക്കുവാനായിട്ട് പറഞ്ഞിരിക്കുന്നു. അവിടെ അഹരോനും അവൻ്റെ പുത്രന്മാരും യാഗമർപ്പിക്കുകയും സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ തങ്ങളുടെ കൈകളും കാലുകളും കഴുകുന്നതിന് വേണ്ടി താമര തൊട്ടിയിൽ വെള്ളം വയ്ക്കുവാനായിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അപ്രകാരം ആ താമര തൊട്ടി എന്ന് പറയുന്നത് വെള്ളം നിറച്ച് വെക്കാൻ വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കുന്നു. പിന്നീട് 13ാമത്തെ ഉപകരണമാണ് താമര യാഗപീഠം എന്ന് കാണാൻ സാധിക്കുന്നു. അതിൻ്റെ നീളമെന്ന് പറയുന്നത് 5 മുഴവും വീതി എന്ന് പറയുന്നത് 5 മുഴവും ആയി നമുക്ക് കാണാൻ സാധിക്കുന്നു. അത് മൊത്തവും താമര കൊണ്ട് പൊതിയണം. അപ്പോൾ നമുക്കറിയാം താമര നമ്മുടെ സമാഗമന കൂടാര അസംസ്കൃത വസ്തുക്കളിൽപ്പെട്ട പ്രധാനപ്പെട്ട വിഷയമാണ് താമ്രം എന്ന് കാണാൻ സാധിക്കും. അങ്ങനെ താമ്ര യാഗപീഠം എന്ന് പറയുമ്പോൾ അതിൻ്റെ 5 മുഴം വീതിയും 5 മുഴം നീളവുമാണ് അതിൻ്റെ കണക്കെന്ന് കാണാൻ സാധിക്കുന്നു. അപ്പോൾ അവിടെ നമുക്ക് അവിടെ എല്ലാവിധമായ യാഗകർമാദികൾ നടത്തുന്നത് ഈ പറയപ്പെടുന്ന ഈ താമ്ര യാഗപീഠത്തിലാണെന്ന് കാണുന്നതൊക്കെ സാധിക്കുന്നു. പിന്നീട് കതിര മരം കൊണ്ട് അതിന് തണ്ടുകൾ ഉണ്ടാക്കണം, അവയെ താമരം കൊണ്ട് പൊതിയണമെന്ന് പറയുന്നു. അപ്പോൾ പലകൾ കൊണ്ട് പൊള്ളയായി അത് ഉണ്ടാക്കണം. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൽ ചാരങ്ങളൊക്കെയും അതിന് അടിയിലേക്ക് വീഴുമ്പോൾ അതൊക്കെ എടുത്ത് മാറ്റുന്നതിന് വേണ്ടിയാണ് ഉണ്ടാക്കണമെന്ന് കാണുന്നതൊക്കെ സാധിക്കുന്നു.
അങ്ങനെ ഇത്യാദി കാര്യങ്ങളെല്ലാം തന്നെ മോശയുടെ ദൈവം പറഞ്ഞു കൊടുത്തിരിക്കുന്ന മാതൃക പ്രകാരമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രിയ മക്കളെ, ഇങ്ങനെയുള്ള സമാഗമന കൂടാരത്തിൽ 13 ഉപകരണങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിച്ചു. ഒന്ന് നിയമപ്പെട്ടകം, ആ നിയമപ്പെട്ടകത്തിനുള്ളിൽ വച്ചിരിക്കുന്ന കൽപ്പലകകൾ, പിന്നീട് അഹരോൻ്റെ തളർത്ത വടി, പിന്നീട് പൊൻപാത്രം. അതിനുശേഷം പിന്നീട് നമ്മൾ പരിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധ സ്ഥലത്തിൽ കാഴ്ചയപ്പത്തിൻ്റെ മേശ, പിന്നീട് തളികൾ, കിണ്ടികൾ, കിണ്ണങ്ങളെല്ലാം അതിൽ കാഴ്ചയപ്പത്തിലുണ്ട്, കാഴ്ചയപ്പത്തിൻ്റെ മേശയിലുണ്ട്. ഒപ്പം തന്നെ നിലവിളക്ക്, പിന്നീട് ധൂപപീഠം, തിരശീല, പിന്നീട് മറശീല, തിരുനിവാസത്തിൻ്റെ ചുവര്, പിന്നീട് മൂടുശീല, പിന്നീട് നമുക്ക് പ്രാകാരം കാണുന്നതൊക്കെ സാധിക്കും. പ്രാകാരത്തിൽ നമുക്കതിൻ്റെ വാതിൽ, താമരത്തൊട്ടി, പിന്നീട് താമര യാഗപീഠം, അങ്ങനെ നമുക്ക് 13 കാര്യങ്ങളെ നമുക്ക് പഠിക്കാൻ തൊക്കണം സാധിച്ചു. പിന്നീട് 14-ാമത്തെ ഒരു ഉപകരണമാണ് സ്വർണ്ണ ധൂപകലശം എന്ന് പറയുന്നത്. സ്വർണ്ണ ധൂപകലശം, അതിനെക്കുറിച്ച് വ്യക്തമായി നമുക്ക് അതിൻ്റെ ആ സ്വർണ്ണ ധൂപകലശത്തെക്കുറിച്ച് ഒരു വലിയ വിവരണം നമുക്ക് ബൈബിളിൽ കാണാൻ നോക്കാൻ സാധിക്കുന്നില്ല. അത് എബ്രായർ പുസ്തകത്തിലാണ് ആ ധൂപപീഠത്തെക്കുറിച്ച് നമുക്ക് ധാരാളമായി കാണുന്നതെങ്കിൽ പോലും ചെറിയ വിവരങ്ങൾ മാത്രമേ അത് നമുക്ക് കാണാൻ നോക്കാൻ സാധിക്കൂ. അതിൽ സുഗന്ധവർഗ്ഗങ്ങളൊക്കെ ഇട്ട് അത് പുക വരുത്തിന് വേണ്ടിയാണ് നമുക്ക് കാണാൻ നോക്കാൻ സാധിക്കുന്നത്. ഇന്ന് അങ്ങനെ 14 സമാഗമന കൂടാര ഉപകരണങ്ങൾ നമുക്ക് കാണുവാൻ നോക്കാൻ സാധിക്കും. ആ 14 സമാഗമന കൂടാര ഉപകരണങ്ങൾ എല്ലാം തന്നെ നമുക്ക് അത് എല്ലാത്തിനും ഓരോ വിധമായ അർത്ഥങ്ങളുണ്ടെന്ന് നമുക്ക് കാണാൻ നോക്കാൻ സാധിക്കുന്നു. അപ്പോൾ താമ്ര യാഗപീഠവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യാഗത്തെ സംബന്ധിക്കുന്നതാണെന്ന് കാണാൻ സാധിക്കുന്നു. പിന്നെ താമ്രത്തൊട്ടി അത് നമ്മളെ വിശുദ്ധ സ്നാനമാണെന്ന് കാണാൻ നോക്കാൻ സാധിക്കുന്നു. അങ്ങനെ ഈ 14 ഉപകരണങ്ങളും നമ്മുടെ ജീവിതത്തെ ഏറ്റവും അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതെല്ലാം നമ്മൾ പഠിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയോടെ ഞങ്ങളെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയനാഥ, മനോഹരമായ നല്ല സമയത്തിനെ കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് സമാഗമന കൂടാര ഉപകരണങ്ങൾ 14 സമാഗമന കൂടാര ഉപകരണം പഠിക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. എല്ലാ ഉപകരണങ്ങളും കർത്താവായ യേശു ക്രിസ്തുവാണ്. ഒപ്പം തന്നെ ഞങ്ങളുടെ ജീവിതത്തിലും അത് ഏറ്റവും പ്രയോജനപ്പെടുത്തുമെന്ന് ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനെ അറിഞ്ഞുകൊണ്ടും ഞങ്ങൾ യേശുവിൻ്റെ സാക്ഷ്യമായി നിലകൊള്ളുന്ന തക്കോണം ഞങ്ങളെ സഹായിക്കുന്നു. സകലമാനവും മുഖത്തും കർത്താവ് യേശു കർത്താവ് നൽകുമ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.